നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാരം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഇത്തരം കേസുകളിൽ അറസ്റ്റിന് മുമ്പായി ആദ്യം കോടതിയുടെ അനുമതി തേടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പരാതിയിൽ പ്രതിയായി കാണിച്ചിരിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ 19-ാം വകുപ്പ് പ്രകാരമുള്ള അധികാരം വിനിയോഗിക്കാൻ ഇഡിക്കും അതിന്റെ ഉദ്യോഗസ്ഥർക്കും അധികാരമില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞു വെച്ചത്. ജസ്റ്റിസ് അഭയ് എസ് ഓക്ക, ജസ്റ്റിസ് ഉജ്ജൽ ഭയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത്. PMLA-യുടെ 19-ാം വകുപ്പ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഇഡി ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നു. ആ വ്യക്തി കുറ്റക്കാരനാണെന്ന്, അതായത് രേഖാമൂലം രേഖപ്പെടുത്താൻ കൈവശം തെളിവുകൾ ഉണ്ടാകണം. ഇതിനൊപ്പം അറസ്റ്റിലുള്ള കാരണങ്ങളെക്കുറിച്ച് ഏജൻസി വ്യക്തിയെ എത്രയും വേഗം അറിയിക്കുകയും വേണം. ഇഡി പരാതി നൽകുന്നതുവരെ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത കേസുകളിൽ പിന്നീട് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇത്തരം കാര്യത്തിൽ പ്രത്യേക കോടതി ആദ്യം സമൻസ് പുറപ്പെടുവിക്കണം. ആ സമൻസിന് പ്രതികൾ ശരിയായ ഉത്തരം നൽകിയാൽ അവരെ കസ്റ്റഡിയായി കാണാൻ കഴിയില്ല. ഒരു വ്യക്തി സമൻസുകൾക്ക് ശേഷം ഇഡിക്ക് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ പ്രത്യേക കോടതിയിൽ അപേക്ഷിക്കേണ്ടതുണ്ട്. കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന് കോടതി വിശ്വസിക്കുന്നുവെങ്കിൽ അനുവദിക്കും. ഒരു അറസ്റ്റ് വാറണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 70 പ്രകാരം പ്രതി സമൻസുകൾക്ക് മറുപടി നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ മാത്രമേ പുറപ്പെടുവിക്കാൻ കഴിയൂ. ആദ്യ സന്ദർഭത്തിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന വാറണ്ടായിരിക്കണം. കള്ളപ്പണം വെളുപ്പിക്കൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നത് വ്യക്തി കുറ്റക്കാരനല്ലെന്നും ജാമ്യത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലെങ്കിൽ മാത്രമേ അവർക്ക് ജാമ്യം ലഭിക്കൂ എന്നും ഇരട്ട പരിശോധനയിൽ പറയുന്നുണ്ട്. ഈ വിധിയുടെ പ്രത്യേക പശ്ചാത്തലം കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ്. പ്രതി സമൻസ് പ്രകാരം പ്രത്യേക കോടതിയിൽ ഹാജരായി. പ്രസ്തുത കുറ്റം പ്രത്യേക കോടതി പരിഗണിച്ചിരുന്നെങ്കിൽ ജാമ്യം ലഭിക്കാൻ പ്രതി ഇരട്ട ടെസ്റ്റ് നടത്തേണ്ടതായിരുന്നു അപ്പോൾ ചോദ്യം. നന്ദി.